ഇന്നൊരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അല്ലേ? അതിനായിട്ട് പച്ചരി കുതിർത്ത് വെച്ചത് തലേ ദിവസം കുതിർത്തതാണ് കേട്ടോ. പച്ചരി കുതിർത്തത് ഒരു 1.5 ഗ്ലാസ്, 2 ഉരുളക്കിഴങ്ങ് വേവിച്ചത് ചേർത്ത് അരച്ചെടുക്കുക. രാവിലെ തലേ ദിവസം കുതിർത്ത് വെച്ച പച്ചരിയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് രാവിലെ അരച്ചെടുത്താൽ മതി, തലേ ദിവസം അരച്ച് വയ്ക്കണ്ട. അത് നല്ലോണം ദോശയുടെ ബാറ്റർ പോലെ അരച്ചെടുക്കുക. പിന്നെ ഞാൻ എടുക്കുന്നത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. അത് എൻ്റെ അടുത്ത് ക്യാബേജ് ഉണ്ടായിരുന്നു, ക്യാരറ്റ് ഉണ്ടെങ്കിൽ എടുക്കാം നിങ്ങൾക്ക്. പിന്നെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഉള്ളത് എടുക്കാം കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റി മതി, അധികം വേണ്ട. പിന്നെ ഞാൻ സവാളയാണ് എടുത്തത്, പിന്നെ ഒരു തക്കാളി എടുത്തു, 2 പച്ചമുളകും അതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞിട്ടു. ഞാൻ ഈ ചോപ്പറിൽ വെച്ചാണ് അരിഞ്ഞെടുക്കണേ, അതുകൊണ്ട് പെട്ടെന്നാവും. നല്ല സൂപ്പറായിട്ട് അരിഞ്ഞു കിട്ടും, കുഞ്ഞായിട്ട്. തക്കാളി മാത്രം കൈകൊണ്ട് അരിഞ്ഞെടുക്കണം. ഇതിൻ്റെ ഇടയിൽ ഇഞ്ചി ഒരു കഷ്ണം ചേർക്കണമായിരുന്നു കേട്ടോ, അത് ഞാൻ വിട്ടുപോയതാണേ. ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്താൽ സൂപ്പറാണ് കേട്ടോ. പിന്നെ അരിഞ്ഞെടുക്കണത് മല്ലിയിലയാണ് കേട്ടോ, മല്ലിയിലയും കരിവേപ്പിലയും. നമ്മൾ അരച്ചു വെച്ച ബാറ്ററിലേക്ക് മല്ലിയിലയും കരിവേപ്പിലയും ചേർത്ത് നല്ലോണം ഇളക്കി, ഉപ്പിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് അരിഞ്ഞു വെച്ച പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് പിന്നെ ഒരു സാധനം ചേർക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈനോ ആണ് കേട്ടോ, ഈനോ. അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് നല്ലോണം ഇളക്കി ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. അതിനുശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച്, ദോശ പോലെയല്ല, കനം കുറച്ചല്ല, ഇത്തിരി കട്ടി കൂട്ടിയിട്ട് വേണം ചുട്ടെടുക്കാൻ. അത് അടച്ച് വെച്ച് ചുട്ടെടുക്കണം. തിരിച്ച് മറിച്ച് ചുട്ടെടുത്ത് ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. ഇതല്ലാതെയും കഴിക്കാം കേട്ടോ, നല്ല സൂപ്പറാണ്.